ഇപ്പോൾ ബ്രിഗേഡിയർ NV സുനിൽകുമാർ കൂടി തത്സമയം മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ബ്രിഗേഡിയർ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുകയാണ്. എന്തായാലും ഇന്ത്യ ഒരു വാർത്താ സമ്മേളനം, നിർണായകമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നതറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപായി തുടർച്ചയായി പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനം തുടരുകയാണ്. എന്തിന് നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ഡൽഹി അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പ്രത്യാക്രമണം, ഒരു മറുപടി, ഒരു തിരിച്ചടി നൽകേണ്ട ഒരു സ്ഥിതിയിലേക്ക്, സിറ്റുവേഷനിലേക്ക് സാഹചര്യം എത്തി നിൽക്കുകയാണോ? നമസ്കാരം, ജയ് ഹിന്ദ്. പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ശ്രമങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കശ്മീർ, ലഡാക്ക് മുതൽ ഗുജറാത്ത് വരെ എത്തിയിട്ടുണ്ട്. അവർ മിസൈൽ വഴി അടിക്കുന്നുണ്ട്, ഡ്രോൺസ് വഴിയും അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ ഒരു എഫേർട്ടും സക്സസ് ആയിട്ടില്ല. അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ഒരു ആന്റി എയർ ഡിഫൻസ് മെക്കാനിസത്തിന് കഴിഞ്ഞു. അത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ബോർഡറിൽ C-400 മുതൽ L-70, ഷിൽക്ക, ZU-23 പോലെ പല എയർ ഡിഫൻസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു ശൃംഖല തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എൻ ഇന്റഗ്രേറ്റഡ് ആന്റി എയർ ഡിഫൻസ് മെക്കാനിസം. അതുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ഒരു പ്രയത്നത്തിലും ഒരു സക്സസും ഒരു വിജയവും നേരുന്നില്ല എന്നതാണ് അവർക്ക് മനസ്സിലായത്. സോ ദാറ്റ്സ് എ ബിഗ് മൊറാൽ ബൂസ്റ്റർ ഫോർ അസ്. നമ്മുടെ പട്ടാളക്കാർക്ക്, അതിർത്തിയിലുള്ള പട്ടാളക്കാർക്ക് ഒരു ബിഗ് മൊറാൽ ബൂസ്റ്ററാണ്. 100% സക്സസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അവർക്കൊന്നും ഒരു നാശനഷ്ടവും നടത്താൻ പറ്റിയിട്ടില്ല. അവർ ചെയ്യുന്നത് ഷെൽ ആക്രമണത്തിൽ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ സിവിലിയൻ ആൾക്കാരെ എതിരെ വെക്കുമ്പോൾ കുറച്ച് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ആകെ ഉള്ള ഒരു വിക്ടറി. സോ ദാറ്റ് ഈസ് എ പോയിന്റ് ടു ബി നോട്ടഡ്. അത് രണ്ടാമത്തെ കാര്യം പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു എസ്കലേറ്ററി ലാഡറിൽ നമ്മൾ നിൽക്കുന്നത് ഒന്നാം ഘട്ടത്തിലാണ്. ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും അതിർത്തിയുടെ ഈ വശത്ത് നിന്നാണ്. സോ ഇറ്റ്സ് എ സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക്. അല്ലാതെ അതിർത്തി കയറി ചെന്ന് നമ്മൾ ഇതുവരെ എയർക്രാഫ്റ്റ് ആയാലും ആർമി സോൾജേഴ്സ് ആയാലും അത് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് എ സ്റ്റേജ് വിച്ച് ഇസ് ഒരു നിർണായക ഘട്ടമാണത്. ഇനി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഡൽഹിക്ക് വരെയും അമൃത്സറിന് വരെയും അവർ അയച്ചിട്ടുണ്ട്. പക്ഷെ സക്സസ് ആയിട്ടില്ല. അതിന് തിരിച്ചടിയായിട്ട് നമ്മൾ കൊടുക്കും. അതേ നാണയത്തിൽ തന്നെ 3, 4, 10 ഇരട്ടി വീരതയോടെ നമ്മൾ കൊടുക്കും. അത് ഇറ്റ്സ് എ ഫാക്ട്. വി വിൽ ഡു ഇറ്റ്. അത് എങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്, അതിനുള്ള തീരുമാനമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്നത്. നമുക്ക് മനസ്സിലാവേണ്ടത്, പാകിസ്ഥാൻ പോലെ ഒരു രാഷ്ട്രമല്ല നമ്മൾ. വി ഹാവ് എ ഫുള്ളി പവർഫുൾ എക്സിക്യൂട്ടീവ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഒരു മിലിറ്ററി ഉള്ളപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററി അല്ല, പാകിസ്ഥാന്റെ മിലിറ്ററിക്ക് ഒരു രാജ്യമുണ്ട്. സോ അവിടെ ഡിസിഷൻ എടുക്കുന്ന, തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ് എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് അങ്ങേക്ക് പോലും അറിയില്ല. അവിടുത്തെ പ്രധാനമന്ത്രിയാണോ ഡിസിഷൻ എടുക്കുന്ന, തീരുമാനം എടുക്കുന്നത്, ചീഫ് ആണോ അതോ കോർ കമാൻഡേഴ്സ് ആണോ തീരുമാനം എടുക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. സോ ഈ ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും വരുന്നത് കോർ കമാൻഡേഴ്സിന്റെ ഓർഡേഴ്സ് അനുസരിച്ചായിരിക്കും. സോ ഇറ്റ്സ് എ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇൻ പാകിസ്ഥാൻ. ആരാണ് എന്തെടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. അതിന് നമ്മൾ റെഡിയായിരിക്കുകയാണ്. ഏത് രീതിയിലും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയായിരിക്കുകയാണ്. സോ വി ആർ ഫുള്ളി കോൺഫിഡന്റ് ഓഫ് എനി ആക്ഷൻ ദാറ്റ് വി നീഡ് ടു ടേക്ക്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സുനിൽകുമാർ, ഇതുവരെയും ഇന്ത്യ വളരെ സമചിത്തതയോടുകൂടി തന്നെയാണ് നമ്മുടെ നീക്കങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ആക്രമിച്ചു തകർത്തു കഴിഞ്ഞു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രകോപനം, എന്തിനാ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പൂഞ്ചിലെ സാധാരണക്കാരെ അടക്കം കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നിട്ടും നമ്മൾ ശാന്തമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവിടെയുള്ള ഒരു സിവിലിയൻ, സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി മാറ്റേണ്ട ഒരു പോയിന്റിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണോ കാര്യങ്ങൾ? അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്ററിന്റെ വസതിയിൽ മീറ്റിംഗ് കൂടുന്നതും അതിന് വേണ്ട സ്ട്രാറ്റജി എന്താണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. സ്ട്രാറ്റജി എന്തെടുത്താലും നമുക്ക് ഒരു മെച്യൂർ നേഷൻ, അതായത് വിശ്വഗുരു ആവാനുള്ള സംശയതയുള്ള ഒരു രാജ്യം എന്ന നിലയിലാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇതുവരെ ലോകത്തിലെ ഒരു രാജ്യവും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഇൻഡയറക്റ്റ് ആയിട്ട് തുർക്കി മാത്രമേ സപ്പോർട്ട് പറഞ്ഞിട്ടുള്ളൂ. ചൈന പോലും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നമ്മൾ ചെയ്ത എല്ലാ ആക്ഷൻസും ടിൽ നൗ ഈസ് വിത്ത് ദി ഫുൾ സപ്പോർട്ട് ഓഫ് ദി വേൾഡ്. എല്ലാ രാജ്യങ്ങളും അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പോയിന്റഡ് പ്രിസിഷൻ ആൻഡ് നോൺ എസ്കലേറ്ററി മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് നമ്മൾ ഒരു വിശ്വാസമുള്ളതും. സോ ദേ ഓൾ ട്രസ്റ്റ് അസ് ബിക്കോസ് ഓഫ് ദിസ് മെഷേർഡ് ആൻഡ് ആക്യുറേറ്റ് റെസ്പോൺസ്. അതാണെന്ന് എനിക്ക് പറയാനുള്ളത്. യെസ്, ഒരു കാര്യം കൂടി സുനിൽകുമാർ, ഇതുവരെയുള്ള ഒരു സംഘർഷത്തിന്റെ ഒരു പോക്ക് കാണുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? അതീവ നിർണായകമായിരിക്കുമോ? സംഘർഷത്തിൽ ഒരു അയവ് വരുമോ? അതോ അത് കൂടുതൽ രൂക്ഷമാകുമോ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അത് ഇപ്പോഴുള്ള ഘട്ടം ഒരു നിർണായകമായിട്ടുള്ള ഘട്ടം തന്നെയാണ്. ഇന്നും നാളെയും നെക്സ്റ്റ് 3 to 4 days നടക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കും എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ്, ഈ സംഘർഷം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം പല ഘട്ടങ്ങൾ വഴിയാണ് പോകുന്നത്. ഇനി 3-4 ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കും ഏത് ഘട്ടത്തിലോട്ട് ഈ സംഘർഷം പോകും എന്ന് തീരുമാനിക്കും. അതിൽ നമുക്ക് പറയേണ്ടത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും അത് പോകുന്നത്. ഒരു ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും പോകുന്നത്. ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, എക്കണോമിക് ഇഷ്യൂസ്, സെക്യൂരിറ്റി ഇഷ്യൂസ്, ബാക്കി നമുക്ക് വേണ്ട ഒരു ഇമേജ്, പല കാര്യങ്ങൾ അതിൽ ചേർത്താണ് ഒരു സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇന്ത്യക്ക് പല ഏജൻസികളുണ്ട് അതിന്റെ തീരുമാനം എടുക്കാൻ വേണ്ടിയും അതിനുള്ള ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയും അതനുസരിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഏത് തീരുമാനം എടുത്താലും നമുക്ക് റെഡിയായിട്ട് ഇരിക്കേണ്ടത് പാകിസ്ഥാന്റെ റെസ്പോൺസ് ആണ്. പാകിസ്ഥാൻ എങ്ങനെ വേണമെങ്കിലും അതിന് തിരിച്ചടിക്കാം, അതിനുള്ള റെഡിയായിട്ട് നമ്മൾ ഇരിക്കണം. So we have to be prepared for any action that may come from Pakistan. That is the point to be noted. So ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും തീരുമാനം എടുക്കാൻ ഒരു താമസം എടുക്കുന്നതും. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നതും നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്, മിലിറ്ററി ചെയ്യുന്നതും. So that is why we are taking time to decide as to what is the response that we need to take. ഏത് റെസ്പോൺസ് ആയാലും ഒരു മെജേർഡ് റെസ്പോൺസ് ആയിരിക്കും, ഒരു ആക്യുറേറ്റ് റെസ്പോൺസ് ആയിരിക്കും, സ്ട്രാറ്റജി, എയിം വെച്ചിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. അല്ലാതെ ഒരു എയിം ഇല്ലാത്ത ഒരു റെസ്പോൺസ് ആയിരിക്കില്ല. എന്ത് ചെയ്താലും അതിന് ഒരു ഉദ്ദേശം കാണും, അതിന് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് കാണും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, വളരെയധികം നന്ദി ശ്രീ സുനിൽകുമാർ മീഡിയ വണിനൊപ്പം തത്സമയം ചേർന്നതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള കൃത്യമായ കരുനീക്കങ്ങൾ, പദ്ധതികൾ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ അണിയറയിൽ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്.